സംതൃപ്തി വാഴുന്നിടം, ആഗ്രഹങ്ങളെ കീഴടക്കിയ വിജയസ്ഥലം. സന്തോഷ ലക്ഷ്യസ്ഥാനമല്ല, അത് അർത്ഥവത്തായ ജീവിതം നയിക്കുന്ന യാത്രയുടെ ഫലവും പ്രക്രിയയെ വിലമതിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ആഴത്തിലുള്ള സംതൃപ്തിയുമാണ്. ഒരു ശില്പിയുടെ സ്റ്റുഡിയോ പോലെയാണ് ജീവിതം. അസംസ്കൃതമായ ആഗ്രഹങ്ങളും തോന്നലുകളും കളിമണ്ണാണ്. എന്നാൽ യഥാർത്ഥമായ സന്തോഷം അവയെ മനോഹരവും പൂർത്തീകരിക്കുന്നതുമായ ഒന്നാക്കി മാറ്റുന്നതിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഈ യാത്ര കടുപ്പമാണ്, സാഹസികമാണ്. അപൂർണമായ മാർബിളിനോട് പൊരുതുന്ന ഒരു ശില്പി പോലെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങളും വികാരങ്ങളുമായി മല്ലിടുന്നു. ഏറ്റവും മനോഹരമായ വസ്തുക്കളും രീതികളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. വീട്ടിൽ പാകം ചെയ്യുന്ന രുചികരമായ ഭക്ഷണത്തേക്കാൾ ഫാൻസി റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിന് നിശബ്ദമായ സംതൃപ്തി അനുഭവപ്പെടുന്നു. ഫാൻസി വർണ്ണങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഏറ്റവും പുതിയ ട്രെൻഡിനോട് താല്പര്യപ്പെടുന്നു, ഒപ്പം തന്നെ ഭാഗികമായ അംഗീകാരത്തിനായി കൊതിക്കുന്നു. ഇതുപോലെയുള്ള ഇച്ഛകളെ കീഴടക്കുന്നതിലാണ് യഥാർത്ഥമായ സംതൃപ്തി. സന്തോഷത്തിൻ്റെ പാത വസ്തുക്കളിലോ ക്ഷണിക സന്തോഷങ്ങളിലോ അധിഷ്ഠിതമല്ല. ഓരോ ദിവസവും നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് അത് നിർമ്മിക്കുന്നത്. ഒരു ശില്പി മാർബിളിൽ നിന്ന് ഏത് ഭാഗം നീക്കം ചെയ്യണമെന്ന് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്ന പോലെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ആസ്വദിക്കണം, എന്തൊക്കെ വിടണമെന്നും നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. ഇതൊരു ത്യാഗമാണ്, പക്ഷേ പ്രതിഫലം വളരെ വലുതാണ്. ലക്ഷ്യത്തിൻ്റെയും അർത്ഥവത്തായ ജീവിതത്തിനായുള്ള പോരാട്ടത്തിൻ്റെ തുടർച്ചയിൽ നിന്ന് സന്തോഷം ഉത്ഭവിക്കുന്നു. ശില്പി മാർബിളിൻ്റെ അപൂർണതകളെക്കുറിച്ച് പരാതിപ്പെടുന്നില്ല. അവർ അതിനെ രൂപാന്തരപ്പെടുത്തുന്നതിന് അവരുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് രൂപപ്പെടുത്തുവാൻ കഴിയും. അവയെ സന്തോഷകരവും അർത്ഥവത്തായ ജീവിതത്തിൻ്റെ അടിത്തറയാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. പ്രശസ്തിക്ക് വേണ്ടിയല്ല കല, അത് സൃഷ്ടിക്കുന്നതിൻ്റെ സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം. ജീവിതം കലയാണ്. ഈ യാത്രയിലെ സംതൃപ്തിയാണ് ഏറ്റവും വലുത്. അങ്ങനെ ജീവിതം പൂർണ്ണമായും ആസ്വദിക്കുക. നിങ്ങളുടെ യാത്ര ലക്ഷ്യത്തിലെത്തട്ടെ. പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.